ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിക്ക് സമീപത്ത് നിന്ന് കത്തിയ നോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 500 രൂപയുടെ നോട്ടുകളാണ് കത്തിയ നിലയിൽ കണ്ടത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. തുഗ്ലക് പ്രസന്റ് റോഡിലെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിക്ക് മുന്നിൽ നിന്നാണ് ബൽറാം ചേരുന്നത്. ബൽറാം, രാജ്യത്തെ ഞെട്ടിച്ച വാർത്തയാണ്. ഈ കത്തിയ നോട്ടുകൾ 500 രൂപയുടേതാണെന്ന് മനസ്സിലാക്കുന്നു. ഇത് എത്ര രൂപയുടെ നോട്ടുകളുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? നോട്ടുകൾ പൂർണ്ണമായും കത്തിയ നിലയിലാണോ? തീർച്ചയായും ഞാനിപ്പോഴുള്ളത് ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ തുഗ്ലക് ക്രസന്റ് റോഡിലുള്ള ഔദ്യോഗിക വസതിക്ക് മുന്നിലാണ്. ഈ വീട്ടിലെ ഔട്ട് ഹൗസിലാണ് ഈ നോട്ടുകെട്ടുകൾ സൂക്ഷിച്ചിരുന്നത്. അവിടെയാണ് തീപിടുത്തമുണ്ടായി പരിശോധനയ്ക്കിടെ ഈ നോട്ടുകെട്ടുകൾ കണ്ടെത്തുന്നതും. ഈ നോട്ടുകെട്ടുകൾ എത്ര ഉണ്ടായിരുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നടത്തിയ വിവരങ്ങളിൽ പോലും അത് എത്രത്തോളം വരും എന്ന കാര്യത്തിൽ യാതൊരു പരാമർശവും ഇല്ല എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയം. വലിയ തോതിൽ തന്നെ പണം ഉണ്ടായിരുന്നു എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലും വ്യക്തമാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന നോട്ടുകളിൽ ഏതാണ്ട് 4 ചാക്കുകളോളം നോട്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഡൽഹി പോലീസ് കമ്മീഷണർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ അറിയിച്ചിരിക്കുന്നത്. 15 കോടി രൂപയാണ് ഉണ്ടായിരുന്നത് എന്ന സ്ഥിരീകരണം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ ഇറക്കിയ പ്രസ്താവനയിലാണ് 15 കോടിയാണ് ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമാകുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വസതിക്ക് പരിസരത്ത് നിന്നാണ് ഈ കത്തിയ നോട്ടിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അത് ഈ കത്തിയ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി ആ ഔട്ട് ഹൗസിന് പുറത്തേക്ക് മാറ്റിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസിന് നൽകിയ വിശദീകരണത്തിൽ പോലും ആ കത്തിയ അവശിഷ്ടങ്ങൾ മാറ്റിയതിൽ പോലും നോട്ടുകൾ കണ്ടെത്തിയിട്ടില്ല, നോട്ടുകളൊന്നും ഇല്ല എന്നുള്ളതാണ് യശ്വന്ത് വർമ്മ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഈ നോട്ടിന്റെ കത്തിയ അവശിഷ്ടങ്ങളാണ് അദ്ദേഹത്തിന്റെ വസതിക്ക് പരിസരത്ത് നിന്നും കണ്ടെത്തിയത്. ഈ അവശിഷ്ടങ്ങളെല്ലാം തന്നെ NDMC ഇവിടെ നിന്ന് നീക്കം ചെയ്യുമ്പോൾ ഒരുപക്ഷെ വീടിന് പുറത്ത് കൊഴിഞ്ഞുപോയതായിരിക്കാം ആ ചില നോട്ട് കഷ്ണങ്ങൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നോട്ട് ഇവിടെ ഉണ്ടായിരുന്നു, അത് കത്തി എന്നുള്ളത് സ്ഥിരീകരണമുണ്ട്. അക്കാര്യം സുപ്രീം കോടതിക്ക് മുന്നിലുള്ള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ റിപ്പോർട്ടിലും പരാമർശിക്കുന്നുണ്ട്. ആ നോട്ടിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഈ പരിസരത്തായി അവശേഷിക്കുന്നു എന്നുള്ളതുമാണ്. അപ്പോൾ ഈ നോട്ടിന്റെ അവശിഷ്ടങ്ങളൊന്നും ഈ കത്തിയ അവശിഷ്ടങ്ങളിൽ കണ്ടെത്താനായില്ല എന്ന ജഡ്ജി നൽകിയിരിക്കുന്ന വിശദീകരണം അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുന്നു. ഒപ്പം തന്നെ ഈ അതുൽ ഗാർഗ് ഡൽഹി ഫയർഫോഴ്സിന്റെ മേധാവി ആദ്യഘട്ടത്തിൽ പ്രസ്താവന നടത്തിയത് നോട്ടുകൾ കണ്ടെത്തിയതായി ഫയർഫോഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഫയർഫോഴ്സ് കണ്ടെത്തിയിട്ടില്ല അത്തരത്തിൽ എന്നുള്ളതാണ്. അതും തെറ്റാണ് എന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഈ നോട്ടുകെട്ടുകൾ പരിശോധിക്കുന്ന, കത്തിക്കൊണ്ടിരിക്കുന്ന നോട്ടുകെട്ടുകൾ പരിശോധിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ 2 പ്രസ്താവനകൾ തെറ്റാണ് എന്ന് പുറത്തു വന്ന ദൃശ്യങ്ങളിലൂടെ വ്യക്തമായിരിക്കുന്നു. അതേസമയം സംഭവത്തിലുള്ള അന്വേഷണ സമിതിയെ രൂപീകരിച്ചു കഴിഞ്ഞു. ആഭ്യന്തര അന്വേഷണത്തിനായി യശ്വന്ത് വർമ്മയുടെ വസതിക്ക് പരിസരത്ത് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഈ അന്വേഷണം നടക്കുന്നു. ഒപ്പം തന്നെ ഈ സ്ഥലത്തിന്റെ മറ്റ് പരിശോധനകൾ ഉൾപ്പെടെ വിശദമായ നടത്തേണ്ട സാഹചര്യമുണ്ട്. അതിനാൽ തന്നെയാണ് പോലീസ് വിന്യാസം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ യശ്വന്ത് വർമ്മയുടെ 6 മാസത്തെ ഫോൺ വിവരങ്ങൾ പൂർണ്ണമായും ഡൽഹി പോലീസ് ചീഫ് ജസ്റ്റിസിന് കൈമാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഹായികൾ, മറ്റു കുടുംബാംഗങ്ങൾ എന്നിവരുടെ ഫോൺ റെക്കോർഡ് വിവരങ്ങളും ഡൽഹി പോലീസ് ശേഖരിക്കുകയും ചീഫ് ജസ്റ്റിസിന് കൈമാറുകയും ചെയ്തിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചുള്ള വിശദമായ അന്വേഷണമായിരിക്കും ഈ വിഷയത്തിൽ ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള വ്യക്തത വരിക. എന്തായാലും നോട്ട് കത്തിയിട്ടില്ല എന്ന് ജഡ്ജിയും കത്തിയ നോട്ടുകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളെന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു.